ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അബി ഹംസത്തുൽ കറാരി അമ്മിൽ മുസ്തഫ അസദുൽ ഇലാഹി വസയ്യിദുൽ ശുഹദാഇ. മുത്തുനബിയുടെ ഒരു നാമമാണ് അൽ വലിയ്, സഹായി എന്നുള്ളത്, അല്ലെങ്കിൽ അൽ മൗല. രണ്ടും കൂടെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അൽ വലിയു, അൽ മൗല രണ്ടും ഒരേ അർത്ഥമാണ്. സഹായി എന്നാണ് അതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, അന വലിയു കുല്ലി മുഅ്മിനിൻ, എല്ലാ മുഅ്മിനായ മനുഷ്യൻ്റെയും വലിയാണ് ഞാൻ, സഹായിയാണ് ഞാൻ. ഈ ഹദീസിൽ നിന്നാണ് മുത്തുനബിയുടെ ഈ പേര് പിടിച്ചെടുത്തത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു. ഇന്നമാ വലിയുക്കും, നിങ്ങളുടെ സഹായി അല്ലാഹു, അല്ലാഹുവും വറസൂലുഹു, റസൂലുള്ളാഹിയുമാണ്. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. മൗലായ, അള്ളാഹുവിനെയാണ് അവിടെ നമ്മൾ വിളിക്കുന്നത്. മൗലായ, എൻ്റെ മൗലയായ അള്ളാഹു. വലിയ അള്ളാഹുവാണ് യഥാർത്ഥ സഹായി, യഥാർത്ഥമായിട്ട് സഹായിക്കുന്നയാൾ അള്ളാഹുവാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്നുള്ള കഴിവ് മുഖേന നമ്മളെ സഹായിക്കുകയാണ്. അങ്ങനെയാണ് സുന്നികളായ ആളുകൾ വിശ്വസിക്കുന്നത്. അതല്ലാതെ നബിതങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ഔലിയാക്കൾ നേരിട്ട് അള്ളാഹുവിൽ നിന്നുള്ള കഴിവില്ലാതെ അവർ സഹായിക്കുമെന്ന് നമുക്ക് വിശ്വാസമില്ല. വഹാബികളായ ആളുകൾ നമ്മെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അള്ളാഹുവാണ് യഥാർത്ഥ സഹായി. എല്ലാ കഴിവും മുത്തുനബിക്കായാലും മറ്റുള്ള ഔലിയാക്കൾ സ്വാലിഹീങ്ങൾക്കൊക്കെ നൽകുന്നത് അള്ളാഹുവാണ്. അള്ളാഹു നൽകുന്ന കഴിവുകളിലൂടെ മുത്തുനബി നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നു, നമ്മളെ സഹായിക്കുന്നു. സഹായി എന്ന് പറഞ്ഞാൽ അന്നാസിറു ലിദീനില്ലാഹ്, അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുന്നവരാണ് മുത്തു റസൂലുള്ളാഹ്. വന്നാസിറു ലികുല്ലി മുഅ്മിനിൻ, എല്ലാ മുഅ്മിനായ മനുഷ്യനെയും സഹായിക്കുന്നവരാണ് മുത്തു റസൂലുള്ളാഹി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിൻ്റെ സഹായിയാണ്, മുഅ്മിനീങ്ങളുടെ സൃഷ്ടിജാലങ്ങളുടെ സഹായിയാണ്. വമാ സാല നാസിറൻ ലിദീനില്ലാഹി ബിയദിഹി വലിസാനി, തൻ്റെ കൈകൊണ്ട് നാവുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിച്ചുകൊണ്ടേയിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ്. മുജാഹിദൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ വഴിയിൽ പോരാട്ടം നടത്തിക്കൊണ്ടേയിരുന്നു. മുത്തുനബിയുടെ കൂടെയുള്ളവരെ ഇസ്ലാമിൻ്റെ ശത്രുക്കളിൽ നിന്നും അവിടുന്ന് രക്ഷിച്ചു. അവർക്ക് അമ്നും അമാനും സംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പാക്കി. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും സഹായിയായി മാറി. എല്ലാ നിലയിലും ബഹുമാനപ്പെട്ട സഫീന റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പ്രസിദ്ധമാണ്. മുത്തുനബി സഫീന റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ ഒരെഴുത്ത് കൊടുത്ത് യമനിലുള്ള മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് കൊടുത്തയക്കുകയാണ്. പോകുന്ന വഴിയിൽ വലിയ കാട്ടിൽ അകപ്പെടുന്നു സഫീന റളിയല്ലാഹു അൻഹു. വലിയൊരു മൃഗം കടന്നു വരുന്നു, വലിയ ഒരു സിംഹം സഫീന റളിയല്ലാഹു അൻഹുവിൻ്റെ വഴിയിൽ തടസ്സമായി നിൽക്കുകയാണ്. മുന്നോട്ട് പോവാൻ കഴിയുന്നില്ല. ആക്രമിക്കാൻ വരുന്നു. സഫീന റളിയല്ലാഹു അൻഹു അവിടെ ചിന്തിക്കുകയാണ്, എല്ലാ സ്ഥലത്തും എന്നെ രക്ഷിക്കുന്ന ഹബീബായ മുത്തു റസൂലുള്ളാഹ്, ആ തങ്ങളെ കൊണ്ട് എനിക്കിവിടെ രക്ഷപ്പെടാൻ കഴിയും. ആ മൃഗത്തോട് സംസാരിക്കുകയാണ് സഫീന റളിയല്ലാഹു അൻഹു. അയ്യുഹസ്സബ്ഉ അന റസൂലു റസൂലില്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദൂതനാണ്, അള്ളാഹുവിൻ്റെ ദൂതരായ മുത്തുനബിയുടെ ദൂതനാണ് ഞാൻ. മുത്തുനബി പറഞ്ഞയച്ചതാണ്.
അർസലനി ഇലാ മുആദ് ബിൽ യമൻ, യമനിലുള്ള മുആദിലേക്ക് എന്നെ, മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് എന്നെ പറഞ്ഞയച്ചതാണ്. അതുകൊണ്ട് നിനക്ക് എന്നെ ആക്രമിക്കാൻ പറ്റില്ല, എന്നെ വിട്ടുതരണം, എൻ്റെ വഴി മാറിത്തരണം. സുബ്ഹാനല്ലാഹ്. ഉടനെ തന്നെ ആ സിംഹം മുത്തുനബിയെ സ്നേഹിക്കുന്ന സിംഹമാണ്. മുത്തുനബിയുടെ പേര് പറഞ്ഞ ഉടനെ എഴുന്നേറ്റ് നിന്ന് സഫീന റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനിച്ചു. തനഹാ അനി ത്വരീഖ്, വഴി സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് ആ സിംഹം. അള്ളാഹുവിൻ്റെ ഹബീബ് മുഖേനയാണ് എല്ലാവർക്കും വിജയം, എല്ലാവർക്കും സമാധാനം മുത്തുനബി മുഖേനയാണ്. ഹബീബായ മുത്തുനബി ദീനിനു വേണ്ടി സഹായിയായി മാറി, ഉമ്മത്തിൻ്റെ സഹായിയായി മാറി. നമ്മളും ആ രൂപത്തിലാവണം. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രചാരകരാവണം, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സഹായികളാവണം, ദീനീ സംരംഭങ്ങളെ സഹായിക്കുന്നവരാവണം. അപ്പോഴാണ് വലിയായ മൗലയായ റസൂലുള്ളാഹ് ആ തങ്ങളോടുള്ള കടപ്പാട് നിർവഹിച്ചവരായി നമുക്ക് മാറാൻ കഴിയുകയുള്ളൂ. മുത്തുനബി മുഖേനയാണ് നമ്മുടെ വിജയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേനയാണ് എല്ലാ രക്ഷയും നമുക്ക് ലഭിക്കുന്നത്. വഖൂലു യാ മൗലായ ഹാലി ബൈനുൻ ഫബികന്തസറതു വഅൻത ഫാരിജു കുർബതി. ഓ നബിയെ, എൻ്റെ അവസ്ഥ അങ്ങേക്ക് അറിയാം, അങ്ങയെക്കൊണ്ടാണ് ഞാൻ സഹായം തേടുന്നത്, അങ്ങയെക്കൊണ്ടാണ് സഹായം തേടുന്നത്, എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് അങ്ങാണ്. ഫയാ നുസ്ഹത്തദ് ദുനിയാ വയാ ഗായത്തൽ മുന, എല്ലാ പ്രതീക്ഷയുടെയും കേന്ദ്രമായ നബിയെ, എല്ലാ ആഗ്രഹങ്ങളുടെയും പര്യവസാനമായ നബിയെ, ഫമദല്ലദീ അൻ ഹുസ്നി വജ്ഹിക യുബ്സിറു, അങ്ങയുടെ മുഖത്തിൻ്റെ സൗന്ദര്യം കാണാൻ ആർക്കാണ് സാധിച്ചിട്ടുള്ളത്? ഫമാ വലദത് ഹവ്വാഉ മിൻ നസ്ലി ആദമീ, ഹവ്വാ ഉമ്മ ആദം നബിയുടെ സന്താന പരമ്പരയിൽ നിന്ന് അങ്ങയെപ്പോലത്തെ ഒരാളെ പ്രസവിച്ചിട്ടില്ല. വലാ ഫീ ജിനാനിൽ ഖുൽദി മിസ്ലുക ആഖറു, അങ്ങയെപ്പോലെ ഒരാളില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ ഹബീബിനെ നമ്മൾ സ്നേഹിക്കുക, അവിടുത്തെ തവസ്സുലാക്കി, അവിടുത്തെ മുൻനിർത്തി നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യുക. ഹബീബായ മുത്തുനബി നമ്മുടെ സഹായിയായി മാറും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.